മത്സരങ്ങളിൽ ഒന്നാണ് ബോക്സിംഗ്. ഇതാ ഇവിടെ വർഷങ്ങളായി എവിടെ ബോക്സിംഗ് മത്സരം നടന്നാലും അതിൽ പങ്കെടുത്ത് തോറ്റ് തൊപ്പിയിട്ട് നടന്ന രാജപ്പനാശൻ താൻ ഊതിക്കാച്ചെടുത്ത് സ്വന്തം ശിഷ്യനുമായി നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ എത്തുകയാണ്. ഭയങ്കര പുള്ളിയാണല്ലോ. പിന്നെ ആശാൻ 10-30 വർഷം കൊണ്ട് ഉണ്ടാക്കി എടുത്തല്ലേ. പിന്നെ ആശാന്റെ മുത്തല്ലേ. പിന്നെ ഒരു നാൾ ഞാനും ചേട്ടനെ പോലെ വളരെ വലുതാകും. ഇതുപോലെയൊക്കെ ഞാനും ബോക്സിംഗ് പഠിച്ചുകൊണ്ടല്ലോ. എടാ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ എന്റെ ശിഷ്യന്റെ കോൺസെൻട്രേഷൻ കളയരുത്. അവനെ ബോക്സിന് ഇറങ്ങും അതിന് മുമ്പ് അവന്റെ കോൺസെൻട്രേഷൻ കളയാൻ പാടില്ല. 10-30 വർഷമായിട്ട് ഊതിക്കാച്ചെടുത്ത് എന്റെ പൊന്നാണത്. എന്റെ അച്ഛനും അമ്മ അതുപോലെ തന്നെ ഞാൻ ഊതിക്കാച്ച പൊന്നു തന്നെ. ഊതിക്കാച്ചത് ഇടക്കൊന്ന് അമ്മയുടെ കണ്ണ് തെറ്റി പോയിട്ടുണ്ട്. അപ്പൊ അടുക്കി പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ കഴിച്ചിരിക്കുന്നത്. അതെ നീ ഓക്കെ അല്ലേ? ടപ്പോ ടിപ്പോ ടമാർ കേട്ടാ, അത് വെച്ചാ മതി. ഈ തല്ലു പിടിക്കണമെങ്കിൽ എങ്ങനെ ഇത് പഠിക്കണ്ടേ? എടാ തല്ലുപിടുത്തമല്ല, ബോക്സിംഗ്. ബോക്സിംഗ് എന്ന് പറയണം. അത് ഇത് പഠിക്കണമെങ്കിൽ ആദ്യം ഇടി കൊള്ളാൻ പഠിക്കണം. ഇടി കൊള്ളാനാ? ഇടി കൊള്ളാനൊരു മനക്കെട്ടി വേണം, എന്നാലേ ബോക്സിംഗ് കാണാൻ പറ്റുള്ളൂ. അതായത് ഞാൻ 96-ൽ ഞാൻ ടാർസിനും കൂടെ ഒരു അടി ഉണ്ടായിരുന്നു. ഏത് കാട്ടി വെച്ച്? കാട്ടിലല്ല, മറ്റേ വലിയ ബോക്സിംഗ് ചാമ്പ്യൻ മൈക്ക് ടൈസൺ. അത് പള്ളിയിൽ കിടന്ന് വരും. ഞങ്ങൾ തമ്മിൽ പറഞ്ഞ ടാർസ അങ്ങനെ ഞാൻ വിളിക്കൊള്ളു. ഞാനും പുള്ളിയായിട്ട് അടിയെന്ന് പറഞ്ഞ നേരെ ചെന്ന് ഞാൻ നിന്ന് ഒരൊറ്റ പഞ്ച് എന്റെ തിരുനെറ്റിക്കെട്ട്. ഒരു 1500 ലവ് ബേർഡ്സ് കിടക്കുന്ന കൂടില്ലേ, അതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ഉണ്ടാവും? ഒരു 1.5 ആഴ്ചത്തേക്ക് അങ്ങനെയായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ച് ഇത് വിട്ടുപോലെ കഴിവ്. അതാണ് നമ്മൾ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ പഞ്ച് മേടിക്കാനുള്ള ഒരു കഴിവ് വേണം. ആശാനെ നമുക്ക് അവനൊരു നവതാരം കൂടെ ആയാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ, ഈ ചാമ്പ്യൻ എന്തിനാ ഈ വൈദ്യരെ കൊണ്ടിട്ട് തടവിക്കുന്നത്? ഒരു ഡോക്ടറെ വിളിക്കണം, എത്ര കാശ് കൊടുക്കണം? പുള്ളി ആകുമ്പോൾ ഒരു 50 രൂപ കൊടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ കൊടുത്താൽ മതി. ഓക്കെ. അപ്പേ ബോക്സിംഗ് പഠിക്കണമെങ്കിൽ ഇടി മേടിക്കണം. ഓക്കെ അല്ലേ? ടപ്പോ ടിപ്പോ ടമാർ. ഇടികൊള്ളി ഇത്തവണ എത്തിയിട്ടാ? ഇവിടെ താൻ ചത്തില്ലല്ലോ. ഇല്ല, ഞാൻ ചിരഞ്ജീവിയാണ്. എന്താ കുഴപ്പം? ചിരഞ്ജീവി ഈ 96-ലാണെന്ന് തോന്നുന്നു. പുള്ളിയും മൈക്ക് ടൈസൺ അന്ന് ഞാനായിരുന്നു റെഫറി. അന്ന് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് ബോക്സിംഗ് അല്ല, നമ്മൾ ഈ തുണിയൊക്കെ പിടിക്കൂലേ, പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് അഴയില് വിരിക്കൂലേ, അത് തന്നെയാണ് സംഭവിച്ചത്. പുള്ളിനെ അങ്ങോട്ട് പിഴിഞ്ഞ് കുടഞ്ഞ ആ റിങ്ങിന്റെ കയറിൽ അങ്ങോട്ട് എടുത്തിട്ട് അന്നപ്പോ എഴുന്നേറ്റ് പോയിടൂ. 4 മണി ഉണങ്ങിയപ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ശിഷ്യന്മാരെ മുമ്പ് എന്നെ കളിയാക്കരുതിട്ടാ. ശിഷ്യന്മാരാണ് 30 വർഷമായിട്ട് ഞാൻ ഊതിക്കാച്ചെടുത്ത എന്റെ പൊന്നാണ്. ഇതാണോ പൊന്ന്? നിങ്ങളുടെ അവിടെയൊക്കെ വാളംപുളി ഉണങ്ങിയതിന് പൊന്നു പൊന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ എടാ ഇവന്റെ കാലും നിക്കറും തമ്മിൽ വല്ല ബന്ധമുണ്ടറാ? ഇവന്റെ നിക്കർ വൈറ്റ് ലൈലാണ് നിൽക്കണമെങ്കിൽ കാല് നിൽക്കണ കുണ്ടന്നൂരാണ്. അതെ, വണ്ടി പഠിച്ച് കൊണ്ടുവന്നു ചെന്നോളൂ കേട്ടാ. എന്ത് കഷ്ടമാണ് എടാ, എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കടാ. ഈ ശാപമൊക്കെ നീ എവിടെ വീട്ടാൻ പോണു? നീ ഞാൻ തനിക്ക് വല്ലതും തരണ്ട. ഇല്ല, ഇവിടെ എനിക്ക് ശമ്പളം കിട്ടല്ലേ? പിന്നെ താരെന്താണ് എന്റെ പുറത്തിട്ട് കയറുന്നത്? അല്ല, ഞാൻ സത്യം കണ്ട ഞാൻ തുറന്നു പറയാ. എന്റെ ഒരു ശീലമാണ് എല്ലാ സത്യം തുറന്നു പറഞ്ഞാൽ കർത്താവിന്റെ അനുഭവം അറിയാലോ കേട്ടോ. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അതെ, നമ്മള് ടപ്പോ ടിപ്പോ ടമാർ അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് മെല്ലെ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? നാഗാലാൻഡിൽ ഇതുപോലെ 97 ഒരു അടി ഉണ്ടായി. ഒരു നാഗാലാൻഡ് PK ദാമോദരൻ പിള്ള എന്നായിട്ട് പിള്ള പേര്. പിന്നെ നിനക്ക് എന്തിന്റെ കേടാടാ? നാഗാലാൻഡുകാരന്റെ അടുത്ത് ആശാൻ ചോദിച്ചാ? അയ്യോ, നാഗാലാൻഡുകാരനോടല്ല, താൻ നിൽക്കണ പോത്തിനോട്. ഈ നാഗാലാൻഡുകാരൻ ഞാൻ നടന്നത് ബോക്സിംഗ് അല്ലായിരുന്നു, അത് വേറെ രസമായിരുന്നു. അതെന്തായിരുന്നു? അന്ന് അവിടെ നടന്നത് നരഹത്യ. അതെന്താ മനസ്സിലായില്ലേ? ജരാസന്ധവധം എന്ന് കേട്ടിട്ടുണ്ടോ? ഒറ്റടിക്ക് പുള്ളി താഴെ വീണ്. എന്നിട്ട് അയാളെ കാലിലങ്ങോട്ട് ചവിട്ടി പിടിച്ചിട്ട് വലിച്ചത് കീറി. ഞാൻ നോക്കിയപ്പോ കാല് 2 കവണിക്കോല് പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അന്ന് അവിടെ ഇങ്ങനെ നിരങ്ങിയാ പോയത്. എന്ന് റെഡിയാടോ കാല് രണ്ടും? അതൊരു 5 മാസം കഴിഞ്ഞപ്പോൾ പതി ഇങ്ങനെ അടിവെച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ശിഷ്യന്മാരെ മുമ്പിൽ താൻ ലെഫറിയാണ്, ലെഫറിയുടെ ഭാഗത്ത് നിന്നായി. ലെഫറി അല്ല, റെഫറി. ഈ പിഷലടിക്കുന്ന ആളല്ലേ? വിഷലല്ലടോ, വിസൽ വിസൽ. ആ പിയുടെ കേസാ പറയണത്. അതെ, ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് പണ്ടത്തെ പോലൊന്നും അല്ല. ഞാൻ പണ്ട് എങ്ങനെ ഇരുന്നറിയാമോ? ഇപ്പോഴത്തെ ഞാനല്ല ഞാൻ. അന്നും ഇതുപോലെ ഇതായിരുന്നില്ല. അല്ല, ഇപ്പൊ ഞാനാണ്. അതെ, എന്റെ മസിലൊക്കെ ഇങ്ങനെ പിടിച്ചാണ്ടല്ല, ദീപരിലുണ്ട് കൂടാ. അത്ര ഇതായിരുന്നു. ചെറിയൊരു 5-ാം പനി വന്നാ പോയി. അല്ലാണ്ട് ഇടി കൊണ്ടിട്ടല്ല. വീടാ ഡ്രസ്സിംഗ് റൂമാണ്. എന്റെ റൂമിൽ നിന്ന് ഇറങ്ങടാ. നിന്റെ റൂം ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ഡ്രസ്സിംഗ് റൂമാണിത്. ഇതൊക്കെ ഇപ്പോഴത്തെ സെറ്റപ്പാട്ടാ. പണ്ട് ഞാൻ പോകുമ്പോ എനിക്ക് ഒറ്റക്ക് ഒരു റൂമാണ്, ഫുൾ AC, കിടക്കാൻ പെട്ട്, കുറച്ച് പെൺപിള്ളേർ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതിന്റെ റൂമിന്റെ അല്ല പറഞ്ഞത്, ICU വാർഡ്. എന്ന് ബോക്സിംഗ് കഴിഞ്ഞാൽ ഇവൻ ICUലായിരിക്കും. മണിയടിച്ച് വന്നിട്ടേക്ക് വാ, താവണ്ടേ താമ്പോടെ അവിടുന്ന്. അതെ, അസൂയാണ് അവന്. കാരണം അവനൊരു ബോക്സറായില്ല, വെറും റെഫറി ആയുള്ളൂ. അതിന്റെ ഒരു ചെറിയ അസൂയെ. നമുക്കേ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ
ഒരു സ്ഥിതി കിട്ടിയേക്കണം നമുക്ക് ബോക്സിംഗുകാർക്ക് മാത്രമേ ഉള്ളൂ. എന്ത് സിദ്ധി? പൊന്നീച്ചനെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് പൊന്നീച്ചനെ കാണാൻ പറ്റും, വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ കണ്ടേക്കണ പൊന്നീച്ചനെ കുടിങ്ങ തൂത്തെടുത്ത് ഒരു കിറ്റിലിട്ടായിരുന്നു കണ്ടില്ല. എന്റെ വീട്ടിലിപ്പോ ഒരു 3 ഭീമ ജ്വല്ലറി ഉണ്ടായേനെ. അത് മാത്രമല്ല, ഞാൻ എവിടെയെങ്കിലും ബോക്സിന് പോകുമ്പോഴത്തേക്ക് മറ്റേ കോമഡി ഫെസ്റ്റിവലിലെ പെങ്കൊച്ചില്ലേ രചന, അവള് വന്നിട്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ഭീമ ജ്വല്ലറി 50 ലക്ഷം രൂപ ചങ്ങന്നൂർ അങ്ങനെ ഇവിടെ കിടന്ന് വരയ്യാനെ. അത് മാത്രമല്ല ആശാന്റെ ഇങ്ങനെ ഒരു എംപ്ലോയം വന്നേനെ. ഒരു എംപ്ലോയം വന്നേനെ. അച്ഛനെ ഒരു മുള്ളാമുട്ടുണ്ട്. ആ പുള്ളിക്കോ ഇനി അതിനകത്ത് കിടന്ന് മുള്ളേണ്ട കാര്യമില്ല. വന്നേ, മരുന്നിന്റെ ഇതൊന്നും അല്ല. നമ്മളേ എന്തായത് അറിയോ, സാധനത്തിനറിയോ? സംഭവം ബ്രിട്ടൻകാരനാ. പേര് ബ്രിട്ടോ. ചെറിയൊരു കുസൃതിത്തരവുണ്ട്. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് മാത്രമേ തിന്നുള്ളൂ. ഇപ്പൊ ഞാൻ അടി ഉണ്ടായി. അതെന്ന്? അത് 97-ൽ ഞങ്ങള് ഗോവയിൽ വെച്ചായിരുന്നു. ഈ അടി അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനങ്ങ് ചെന്ന് നിന്ന് ഒരൊറ്റ പഞ്ചങ്ങ് കൊടുത്ത് ഉന്നം തെറ്റിപ്പോയി. നേരെ കയറിന്റെ മൂലയിൽ പോയി ഇങ്ങനെ ഉടക്കി. അവൻ കാലുമടക്കി ഒറ്റ അടിയും കഴിച്ചിട്ട് അവിടെ കിടന്ന് പമ്പരം കിടന്നുകൊണ്ട് കറങ്ങി. അവൻ 7 സംഭവം കഴിഞ്ഞ് വീട്ടിൽ പോയി. ഞാൻ 12 പോയത്. പാർട്ടിയല്ല, പിന്നെ കയറിന്ന് കെട്ടയച്ചിരുന്ന അത്ര സമയം പിടിച്ചു. പിന്നെ ഒരു 3 മാസം ഞാൻ ഗോവയിലായിരുന്നു. ഗോവയില ഇതും കഴിച്ചിട്ട് പിന്നെ ടൂറിന് പോയാ? ടൂറല്ലടാ, നമ്മുടെ ഈ ബോധമൊക്കെ പോയി കഴിയുമ്പോ ആശുപത്രിയിൽ ICUയിൽ കുറെ നാളിങ്ങനെ കിടക്കൂലേ, അത് കോമ. അത് തന്നെ ആ സംഭവമായിരുന്നു. നല്ല മൂട്ടി സാധനമാണ്. കെട്ടിയടേ. ഓ പുള്ളിയോട് മത്സരിക്കാൻ അത്ര കിട്ടില്ലായിരിക്കും. ഇവൻ ബോക്സിംഗാരല്ല, നല്ല കുഞ്ഞു ഒന്നിനെടുത്തിട്ട് ഇതുപോലത്തെ ബനിയന് നിക്കറിട്ട് കൊടുത്ത ഇതുപോലെ അയ്യോ 50 പൈസയുടെ കിറ്റ് വെട്ടിയിട്ടേക്കണെന്ന് പറഞ്ഞു. ബനിയനൊന്നും അല്ല അത്. ഏയ് കാച്ചി എടുത്തേക്കണല്ല, കാച്ചി എടുത്ത മംഗലത്തിൽ അടിക്കുമ്പോൾ ടങ് ടങ് കേൾക്കും. തകർപ്പ മത്സരം നടക്കട്ടെ. അത് നാനോക്കാറ് തമിഴ് വണ്ടി കയറിയ പോലെ ഈ ശിഷ്യനെ എത്ര നാളായത്? എടാ 30 വർഷമായിട്ട് ഞാൻ ഊതി കാച്ചി എടുത്തേക്കാണ് എന്റെ ശിഷ്യൻ. പിന്നെ പുള്ളിക്ക് എത്ര വയസ്സായി? ധനു വരുമ്പോ 26 ആവും. വരുന്ന ധനു അപ്പൊ 5ാം ക്ലാസ് തൊട്ടേ പഠിപ്പിച്ചു. അത്രക്ക് ബ്രില്യന്റ് ആണ് എന്റെ സ്റ്റുഡന്റ്. കാരണം അവന്റെ ഓരോ പഞ്ചുണ്ടല്ല 10-30 കിലോ ഉണ്ടാവും. ആണല്ലേ? പിന്നെ ഇവിടെ മത്സരം കഴിഞ്ഞ കേട്ടോ. മറ്റവനെ കൊന്നു കാണോ പോയി. അവനെ ഇന്ന് ഇടിച്ചിരുന്ന് പരിപ്പ് എടുക്കും. അയ്യോടാ ചത്ത വീട്ടിൽ നിന്നല്ലല്ലോ കരച്ചിൽ കേട്ടത്. അതെ നമുക്ക് കൊടുക്കണം. അവന് വിളിക്കും. എത്ര നേരമായി? മത്സരം തുടങ്ങാനായി. വാ 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 പുറത്തിറങ്ങടാ. വാടാ, ഒരു കിഴിയും കൂടെ ഉണ്ട്. വാ മരുന്നിന്റെ ഒരു പവർ. ഒരു ഗുഹ. അവൻ ചവരുമ്പത്തോടി. ഇനിയിപ്പോ എന്ത് ചെയ്യും? മത്സരം നടക്കാണ്ടിരിക്കാൻ പറ്റില്ല, ആളിറക്കണം. ആയിക്കണേ. അത് ഞാനാ. എനിക്കൊരു എണ്ണത്തോടെ ഉദ്ഘാടനം ഉണ്ട്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വാ. എനിക്ക് അല്ല എന്ന് വെച്ചാൽ ആളെ കയറ്റാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ബോസിനെ ഇറങ്ങേണ്ടി വരും. ഏജ് ഓവറായി പോയി. അതെന്താ? നീ ഇടി ഉണ്ടാക്കിണ്ടാ? പിന്നെ കഴിഞ്ഞ മൊത്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വെച്ചിട്ട് 3 എണ്ണത്തിനെ കപ്പലണ്ടി വെക്കുന്ന മതി. നീ അത്രക്ക് മിടുക്കനാണെങ്കിൽ പിന്നെ ഇത് അറിയണ്ടേ? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ബോക്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആദ്യം അമ്പലപ്പറമ്പിൽ ഇടി ഉണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് 3-ാം കുറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അയ്യോ അവിടെ 2 ഭയങ്കര പൈസ. അതല്ല, ഇത് ബോക്സർ ശരിക്കും അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പ് കപ്പലണ്ടിക്കാരായിട്ടൊക്കെ ഇടി വെക്കണം. ഭയങ്കര ആഗ്രഹമാണ്. എന്നെ ശിഷ്യനാക്കോ ഇല്ല എന്നുള്ള മാത്രം. അവർ റെഡിയായിട്ടാ? പിടിക്കാൻ റെഡിയാവും. ഞാൻ റെഡിയായി. അതെങ്ങനെ? നീയാണ് മത്സരിക്കേണ്ടത്. ഞാനില്ല. എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്നു റഷ്യയിൽ നിന്ന് വന്ന വില്യംസ് ഡെറാഡോ. അദ്ദേഹത്തിന്റെ എതിരാളിയായി ഈ വേദിയിൽ മത്സരിക്കാനെത്തുന്നത് കേരളത്തിന്റെ പ്രിയ ബോക്സിംഗ് ചാമ്പ്യനായ രാജപ്പ രാജാന്റെ പ്രിയ ശിഷ്യൻ ഊതിക്കാച്ചിയ പൊന്ന് ശ്രീ പ്രബലൻ. ഒരു കുഴപ്പമില്ലടാ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നോക്കിയേ, മൊത്തം ഇടിച്ചേ. പല വേദന ഉണ്ടാ അത്രയല്ലേ ഇതിനകത്ത്? വേറെ സംഭവം ഇത് കണ്ട. ഇതെന്താ സാധനം? ഇത് ഇടി കൊണ്ടു കഴിഞ്ഞാൽ പല്ല് പോയിരിക്കാനുള്ള സാധനമാണ്. ഒന്ന് വിളിച്ചേ. ഈ പല്ല് പോണാ നല്ലത്. വെച്ചോ ചെല്ലേ.
നമ്മളെ ശിക്ഷനാ അതൊക്കെ പറ. ആ മറ്റവൻ എന്തിയപ്പാ? അത് ഡെമ്മി ഇട്ടച്ചാ എനിക്കറിയാം എനിക്ക് പണി തരുമെന്ന്. ഓക്കെ കമോ എന്താണ് ചെറിയൊരു പഞ്ചത്രേ ഭയങ്കര easy ആണല്ലേ? ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലായതേ. ആ പെട്ടെന്ന് വിട്, തുടങ്ങണ്ടേ? ഓക്കെ ഓക്കേ മറ്റേ പല്ലി വെക്കേണ്ട സാധനം ഒരെണ്ണം കൂടെ കിട്ടും. അപ്പൊ നിനക്ക് തന്നേ ഒറ്റയിടിക്കാതെ വിഴുങ്ങിപ്പോയി. എന്ത് ചെയ്യുമ്പോ അത് വേറെ കിട്ടൂല. ഏ ഒരു കാര്യം ചെയ്യാം, നാക്ക് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയേ, ആ ഒരു ഫീലൊക്കെ ഉണ്ട്. ചെല്ല് 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 കമോൺ കമോൺ ചെല്ല്. തകർത്തോ തകർത്തോ Right. ആ, 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 ആ. അടിയെടാ. അടി, അടി, അടി. അടി. അടി, അടി. ടപ്പോട്ടി പോട്ടമാർ Sorry, sorry. കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് രക്ഷപ്പെട്ടു. നീ ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ളതാണല്ലേ? ഇതിന് ബോക്സിന് പോയിട്ടുണ്ടേ. കറങ്ങിപ്പോയ ആള് കറങ്ങിപ്പോയ അടുത്ത രണ്ടാം റൗണ്ടാണ്. പോടാ. ടപ്പോ ടിപ്പോ ടമാർ. അത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കേ. കമോൺ കമോൺ ഓക്കേ, കമോൺ ഓക്കേ. തകർത്തോണം. റെഡി ആ. സ്റ്റാർട്ട്. ഓക്കേ, ഓക്കേ. Yes. 5 പേരൊക്കെ റൗണ്ട് ചേർന്നിരിക്കുന്ന എന്തിനെന്നെ? അവന് ഒരാളേ ഉള്ളു, 5 പേരില്ല. ആ 2 പേര് ഓടിപ്പോയി. എടാ നീ ഒന്നോടെ നോക്കിക്കേ. ആ ഇപ്പൊ അവനേ ഉള്ളു. ചെല്ല് ചെല്ല്, ചെല്ല്, ചെല്ല്. ടപ്പോ ടിപ്പോ ടമാർ. അത്രേ ഉള്ളൂ. ചെല്ല്, ചെല്ല്. ചെല്ലടാ. ഇടിയടാ. ആ. കൊല്ല്, കൊല്ല്, കൊല്ല്. കൊല്ല്. നിങ്ങൾ തമ്മിലാണ് ഇടി. കമോൺ കമോൺ കമോൺ. ഇതെന്താ? ചെല്ല് ടപ്പോ ടിപ്പോ ടപ്പോ ടിപ്പോ ടമാർ. ടപ്പോ ടിപ്പോ കറക്റ്റ്. പോയിന്റ് പോയൊക്കെ കറക്റ്റ്. ടമാറിൽ പോയി. ടമാർ നീയേ നീ ഇങ്ങനെ ചെന്നിട്ട് ടമാറിന്ന് വയറ്റ് വെച്ച് കൊടുക്കരുത്, മനസ്സിലായ? അതെന്താ പറ്റാത്ത പറ്റാ, ഞാൻ പറഞ്ഞുതരാം. ടമാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വെക്കുക. ആ. പിന്നെ മുഖത്തിട്ട് കൊള്ളൂല. ആണോ? ഓക്കെ അല്ല? ഓക്കെ. അടുത്ത റൗണ്ട് തുടങ്ങുമ്പോ ടമാർ വെച്ചോളൂട്ടാ. ഞാൻ പറഞ്ഞ പോലെയാണല്ലോ, ചെക്കൻ ഇടികൊണ്ട് വഷളാവണല്ലോ. ഓക്കെ ടമാർ, ടമാർ, ടമാർ. ടമാർ ഓക്കെ റെഡി റെഡി സ്റ്റാർട്ട്. ഇടിച്ചോ, ഇടിച്ചോ, ഇടിച്ചോ. തകർക്കടാ. കൊടുത്തോ. കൊടുത്തോ, കൊടുത്തോ. എനിക്ക് സിദ്ധി കിട്ടി. ഞാൻ പൊന്നീച്ചനെ കണ്ടു. चमक चमक चमके चमक चमक चमके കംപ്ലീറ്റ് പണിക്ക. കേറ്റിങ്ങോട്ട് നീ ആളെ നാണം കെടുത്തല്ലടാ, ആളെ നാണം കെടുത്തല്ലേ? ഇല്ല. എടാ എന്റെ 30 വർഷത്തെ എന്റെ ആഗ്രഹമാണ് ഈ സ്വർണം. ചെല്ല് അടിയോട് ചെല്ലടാ. അടിയോട്. സ്റ്റാർട്ട്. തകർത്തോ, തകർത്തോ. കപ്പലണ്ടിയായി ഏ കപ്പലണ്ടിയായി കപ്പലണ്ടിയായി എനിക്കുണ്ടോ? കപ്പലണ്ടിയായി ഞാൻ കഴിക്കാറില്ല. കപ്പലണ്ടിയായി ഇഞ്ചി മിഠായി ഏ? ഇഞ്ചി മിഠായി ഇഞ്ചി മിഠായി. നീ എന്താ ഒന്നുമില്ല, ഒന്നുമില്ല എന്റെ കൊച്ചിന് ഒന്നുമില്ല. ഏതോ ഉത്സവപ്പറമ്പിക്കണമല്ലോ. ഒന്നുമില്ലടാ, ഒന്നുമില്ല ഒന്നുമില്ല. ഒന്നുമില്ല എല്ലാ കേട്ടാ? കാര്യമുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ടപ്പോ ടിപ്പോ ടമാർ. ഓക്കെ. ഓക്കേ. ഓക്കേ. കൊടുത്തോ. അടുത്ത റൗണ്ട് ചെല്ല്. സ്റ്റാർട്ട്. തുടങ്ങിക്കോ, തുടങ്ങിക്കോ. ഞാനിപ്പോ വല്ല കാര്യമായിട്ടാണ് പറഞ്ഞത്. ദേഷ്യം. റൗണ്ട് തീർന്നു, റൗണ്ട് തീർന്നു, റൗണ്ട് തീർന്നു. വാ, ഇങ്ങോട്ട് വാ. നീ എന്താ കാണിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഉത്സവപ്പറമ്പില് ബാലവണ്ടി വന്നു. ഞാൻ വിചാരിച്ചാല് ദേവിയുടെ വേഷം ചെയ്യണം ഞാൻ. എടാ, ഇതൊക്കെ ആശാനും തോന്നിയിട്ടുള്ളതാണ്. മറ്റേ കേസാണ് ഇത്, ഗോവ കേസ്. അപ്പൊ ഇതിന് മതിയായിക്കോളും കേട്ടാ. ധൈര്യമായിട്ടൊന്നും എല്ലാം കൊടുത്തേ.
ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ വല്ല കാര്യമുണ്ടോ നിനക്ക് എന്റെ എടുത്ത് തനിക്ക് അസൂയ എന്റെ ഊതിക്കാച്ച ശിക്ഷനെ കൊണ്ട് ഞാൻ അടിച്ചു നടന്നത് തനിക്ക് അസൂയ പിന്നെ ഇവന് ഇടികൊണ്ടാണിട്ട് എനിക്കെന്താ അസൂയ അടുത്ത റൗണ്ടിലേക്ക് പോവാ അടുത്ത റൗണ്ട് ഓക്കെ കമോൺ വിടരുത് അടിച്ചോടാ അടിച്ചോ തകർത്തോ കുഴപ്പമില്ല. One, two, three, four, five. കേറി വാ കേറി വാ Two, three, എന്റെ 30 വർഷത്തെ എന്റെ ആഗ്രഹം one, two, three, four, five, six, seven, eight, nine, 10. കണിയങ്ങോട്ട് ൂത്തിട്ടുണ്ടാ ഇനി അതിനകത്തിട്ട് മൂടിയാ മതി ഊതിക്കാച്ചിയെ പൊന്നു കിടക്കണത് വെറുതെ മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് ശ്ശെ. കണി നടന്നു ആ തക്കത്ത് അവൻ അതിന്റെ പേരും പറഞ്ഞ് കിടന്ന് ഉറങ്ങാണ് നീ എന്താ അങ്ങനെ എണ്ണയെ പണിയിട്ട് വരാത്ത 7 എണ്ണിയിലായിരുന്നു പുള്ളി 7 എണ്ണിയിലായിരുന്നു ആശാനെ അനക്കോല്ലല്ലോ ഈ 10-30 വർഷമായിട്ട് ബോക്സിംഗ് റിംഗിൽ വെച്ച് ആദ്യമായിട്ട് ഞാൻ ഒരുത്തിരി ഇടിച്ച് മലത്തിയിട്ടിരിക്കുന്നു അതാണ് ചിലർ വരുമ്പോൾ കാലം വഴി മാറും